അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ഒരു അർത്ഥം തന്നെയാണ്. പാരായണവും ഹിഫ്ളും, അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തഫ്സീറുണ്ട്. വളരെ കൂടുതൽ ആഴങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ഒരു ഭാഗമാണത്. ഒരിക്കലും പഠിച്ചാൽ തീരാത്തതാണ് തഫ്സീർ. മുൻകാല മുഫസ്സിരീങ്ങൾക്ക് അള്ളാഹു നൽകിയ ജ്ഞാനം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പിൻഗാമികളായ പണ്ഡിതന്മാർക്ക് സമകാലിക വിഷയങ്ങളിലെ അവരുടെ അവഗാഹവും പാണ്ഡിത്യത്തിനുമനുസരിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്ന അത്ഭുതകരമായ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഇത് വിശുദ്ധ ഖുർആനിന്റെ സേവനത്തിന്റെ പാതയിൽ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടവരാണ് നമ്മൾ. സ്പെയിനിൽ മുഹമ്മദ് ബിൻ അബി ആമിർ എന്ന് പറയുന്ന ഒരു കഴുത കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി തന്റെ കഴുതപ്പുറത്ത് ആരെങ്കിലും ഇരുത്തി യാത്ര ചെയ്യിക്കുക, അതിന് 1 ദിർഹം ചാർജ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ലഗേജുകൾ ചുമന്നുകൊണ്ടുപോയി എവിടേക്കെങ്കിലും എത്തിച്ചു കൊടുക്കുക, ഒരു സാധനം ഡെലിവറി ചെയ്യുക. ഇങ്ങനെ ഒരു കഴുതയെ കൊണ്ട് ജോലിയെടുപ്പിച്ചിരുന്ന മുഹമ്മദ് ബിൻ അബി ആമിർ. അദ്ദേഹത്തിന് 2 കൂട്ടുകാരുണ്ട്. അവർക്കും ഓരോരോ കഴുതകളുണ്ട്. ഇങ്ങനെ ഇവർ 3 കഴുതകൾ ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന 3 സാധാരണക്കാർ. അവരൊരുമിച്ചാണ് ഉറങ്ങുന്നത്, ഒരു റൂമിലാണ് താമസം. ഒരു ദിവസത്തെ അവരുടെ ശരാശരി വേതനം അല്ല, അവരുടെ ലാഭം 1 ദിർഹമോ 2 ദിർഹമോ ആണ്. അന്നൊരു ദിവസം ഇവരൊരുമിച്ച് റൂമിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയാണ്. മുഹമ്മദ് ബിൻ അബി ആമിർ അദ്ദേഹം കൂട്ടുകാരനോട് ചോദിച്ചു, 2 പേരോടും ചോദിച്ചു, നമുക്കൊന്ന് ജീവിതത്തിന്റെ ആഗ്രഹങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. നിനക്ക് എന്ത് കിട്ടാനാണ് ആഗ്രഹം? ഒരാൾ പറഞ്ഞു, എനിക്ക് ഈ 1 കഴുതയെ കൊണ്ട് ജോലി എടുപ്പിച്ച് 1-2 ദിർഹം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു 5 കഴുതയെങ്കിലും ഉണ്ടെങ്കിൽ എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു 10 ദിർഹമെങ്കിലും ഡെയിലി വരുമാനം ഉണ്ടാകുമല്ലോ. അടുത്ത ആളോട് ചോദിച്ചു, നിനക്കോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇവിടെ ടൗണിൽ, സ്പെയിനിന്റെ ഈ ടൗണിൽ ഒരു കച്ചവട സ്ഥാപനം, ഒരു ഷോപ്പ്, ഒരു പീടിക റൂം വേണം. എന്നാ പിന്നെ ഈ കഴുതയും വലിച്ചു നടക്കണ്ടല്ലോ, നല്ലൊരു വരുമാനമായില്ലേ. ഇത് പറഞ്ഞപ്പോ മുഹമ്മദ് ബിൻ അബി ആമിർ മിണ്ടാണ്ടിരിക്കാൻ. അദ്ദേഹം ഒരു കഴുതയെ പണിയെടുപ്പിക്കുന്ന ഒരു സാധാരണക്കാരൻ. ഇവർ ചോദിച്ചല്ല, നിന്റെ ആഗ്രഹം എന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്തിന്റെ ഖലീഫയാകണം, എനിക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാവണം. ഒരു കഴുത മാത്രമുള്ള നീ എങ്ങനെയാണോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാവുക? ഞാൻ പറഞ്ഞു, ഞാനിത് പരിശ്രമിക്കാൻ പോവാ. നാളെ മുതൽ ഞാൻ എന്റെ കഴുതയെ വിൽക്കുന്നു, ഞാൻ പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കുകയാണ്, എനിക്ക് രാജാവാകണം. ഒരു പറഞ്ഞു, പൊന്നു സഹോദര, ആകെ 1 ദിർഹമോ 2 ദിർഹമോ കിട്ടുന്ന വരുമാനം പോലും നീ കളഞ്ഞു കുളിക്കല്ലേ. ആകെയുള്ള വരുമാനമാണ് ഈ കഴുത, അതിന് നീ വിറ്റാൽ നിനക്ക് എന്ത് കിട്ടും? ഞാൻ പറഞ്ഞു, ഞാൻ ഖലീഫയാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ അതൊരു ചോദ്യം ചോദിച്ചു, ഞാൻ ഖലീഫയായാൽ നിനക്ക് എന്ത് വേണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഒരു കൂട്ടുകാരൻ പറ്റ സാധുവാണ്. അത് പറഞ്ഞു, നീ ഖലീഫയാണെങ്കിൽ എനിക്കൊരു കൊട്ടാരം തരണം, 4 പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് മഹറും തരണം. പിന്നെ പറഞ്ഞു, പിന്നെ ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഒരു വലിയ തോട്ടവും വേണം, ഒരു ഗാർഡനൊക്കെ ഉള്ള. വേറെന്തെങ്കിലും? അത് മതി, അത്ര മതി. വേറെന്തെങ്കിലും വേണോ? അത് മതി. അടുത്ത ആളോട് ചോദിച്ചു, ഞാൻ ഖലീഫയായാൽ നിനക്കെന്ത് വേണം? ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയണം, നിനക്കെന്ത് വേണം? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുള്ളത്, നീ എങ്ങാനും ഈ രാജ്യത്തിന്റെ സ്പെയിനിന്റെ ഖലീഫയായി മാറുകയാണെങ്കിൽ ഒരു കഴുതപ്പുറത്ത് എന്നെ മലർത്തിക്കിടത്തി എന്റെ മുഖം കറുപ്പ് പെയിന്റ് അടിച്ച് എന്നെ കഴുതപ്പുറത്തുനിന്ന് പിടിച്ച് കെട്ടിയിട്ട്
ദാ നുണ പറയുന്നവൻ കടന്നുപോകുന്നു എന്ന് എന്നെപ്പറ്റി നീ അങ്ങാടിയിലൊക്കെ പറഞ്ഞു നടന്നോളുണ്ടു. അയാൾ ഒരിക്കലും സംഭവിക്കൂലെന്നാണ് വിചാരിച്ചത്. സംഭവിച്ചത് ഒരു കഴുത സവാരിയിൽ നിന്നും ഖിലാഫത്തിന്റെ കസേരയിലേക്ക് കയറിയിരിക്കുകയാണ് മുഹമ്മദ് ഇബ്നു അബി ആമിർ. സ്പെയിനിന്റെ ചരിത്രത്തിൽ മുഹമ്മദ് ഇബ്നു അബി ആമിറിന്റെ ഭരണകാലം അദ്ദൗലത്തുൽ ആമിരിയ എന്നാണ് അറിയപ്പെടുക. ആമിരി കാലഘട്ടം. അദ്ദേഹം തന്റെ കഴുതയെ പിറ്റേന്ന് വിൽക്കുകയാണ് ഉണ്ടായത്. അപ്പൊ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ആശങ്കപ്പെട്ടു. അന്ന് പോലീസിലേക്ക് ആളുകൾ എടുക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് യൂണിഫോം ഒന്നും പോലീസുകാർക്ക് ഫ്രീ കിട്ടൂല, ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കണം. അദ്ദേഹം ഒരു യൂണിഫോം ഒക്കെ സംഘടിപ്പിച്ചു. പോലീസുകാരന്ന് ഉപയോഗിക്കുന്ന ഏതാനും ചില ആയുധങ്ങളും സംഘടിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പോലീസിലേക്ക് ജോലിക്ക് കയറി. നല്ല മിടുക്കന. തന്റെ കൂടെയുള്ള ആളുകൾ എത്രയധികം നമ്മുടെ മനക്കരുത്തിനെ താഴ്ത്തിക്കെട്ടിയാലും ഞാൻ മുന്നോട്ടു പോകും എന്ന ഉയർന്ന ചിന്തയുണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ഇഖ്റ എന്ന വാക്കിൽ നിന്നാണ് 6236 ആയത്തുകളിലായി ലക്ഷക്കണക്കിന് വചനങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചത്. അതിന്റെ തുടക്കം ഇഖ്റ എന്ന് മാത്രമാണ്. ഇസ്ലാമിന്റെ ആരംഭം കഷ്ടപ്പാടിന്റെ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന മക്കയിലെ ധീരനായ യോദ്ധാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ വേണ്ടി വന്നപ്പോ അത്ഭുതകരമായി സുറാഖയുടെ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോവുകയും 3 തവണ സുറാഖയെ ഭൂമി വിഴുങ്ങുമോ എന്ന് സുറാഖ ഭയപ്പെട്ട നേരത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഇടപെടൽ കാരണം അയാൾ രക്ഷപ്പെടുകയും മുസ്ലിമാവാൻ തയ്യാറാവുകയും ചെയ്ത് നിബിതങ്ങളോട് വാക്ക് പറഞ്ഞു പോകുമ്പോൾ കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ വ ഖൈസർ. സുറാഖ കിസ്റ കൈസറിന്റെ കൊട്ടാരങ്ങൾ ഇസ്ലാമിന്റെ വരുതിയിലേക്ക് വരികയും ആ രാജാക്കന്മാരുടെ ആഭരണങ്ങൾ സുറാഖ നിങ്ങളുടെ കൈകളിൽ അണിയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാകും സുറാഖ എന്ന് നിബിതങ്ങൾ ചോദിക്കുന്നത്. സ്വന്തം ശരീരവുമായി നിബിതങ്ങൾ രക്ഷപ്പെട്ടു ഓടുമ്പോഴാണ് 2 സാമ്രാജ്യങ്ങൾ ഇസ്ലാമിലേക്ക് വരുമെന്ന് പറയുന്നത്. ഒരു മുഅ്മിനിന്റെ പ്രതീക്ഷ വേണം, ഉന്നതങ്ങളിലേക്ക് നോക്കണം. عقابی روح جب پیدا ہوتی ہے جوانوں میں نظر آتی ہے ان کو اپنی منزل آسمانوں میں. നമ്മുടെ ലക്ഷ്യങ്ങൾ അനന്തമായ വിഹായസിലേക്ക് എത്തി നോക്കാൻ കഴിയണം. സുറയ്യ നക്ഷത്രത്തിലേക്ക് നോക്കാൻ കഴിയണം. അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ, അല്ലാഹുവിൻ ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ നബിതങ്ങളുടെ സ്വഹാബിമാർക്ക് പൊട്ടിച്ചെടുക്കാൻ കഴിയാത്ത വലിയൊരു പാറക്കല്ല് അവര് പലവരും ശ്രമിച്ചിട്ടും പൊട്ടിച്ചെടുക്കാൻ കഴിയാതെ വന്ന് ലോകത്തിന്റെ ഗുരുവിനോട് വന്ന് പറയുന്നു, നബിയേ, ഞങ്ങൾക്ക് പൊട്ടിച്ചെടുക്കാൻ കഴിയുന്നില്ല. ആ പാറ ഹബീബായ നബിതങ്ങൾ ചെറിയൊരു ഹാമർ എടുത്ത് വളരെ ഭദ്രമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ആ പാറയിലൊന്ന് കൊട്ടിയപ്പോഴാണ് അസ്ബഹത് കസീബർ റംലി, ഒരു മണൽക്കൂന പോലെ അത് മാറിയത്. ആ 3 തവണ ഹബീബ് തങ്ങൾ കൊട്ടുമ്പോഴും അതിൽ നിന്ന് മിന്നൽ പിണർ വന്നിട്ടുണ്ട്. സ്വഹാബിമാര് ചോദിച്ചു, നബിയേ, ഈ പാറക്കഷ്ണത്തിൽ അങ്ങ് മെല്ലെ ഒന്ന് തൊട്ടപ്പോൾ ഇത് പൊടിപൊടിയായി മാറിയ അത്ഭുതത്തിനപ്പുറം അങ്ങയുടെ ഓരോ കൊട്ടലിലും ഒരു മിന്നൽ പിണർ ഞങ്ങൾ കാണുകയുണ്ടായി. തങ്ങൾ ചോദിച്ചു, നിങ്ങളത് കണ്ടോ? ഞങ്ങൾ കണ്ടു നബിയേ. ഒന്നാമത്തെ ആ മിന്നൽ പിണറിൽ യമൻ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ അല്ലാഹു എനിക്ക് കാണിക്കുകയും 2ാമത്തേതിൽ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരവും 3ാമത്തേതിൽ റോമൻ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. ഈ 3 സംസ്കാരങ്ങളുടെ ആസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമെന്നാണ് ഇതിന്റെ സൂചനയെന്ന് 20 വർഷങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളംബരം ചെയ്യുന്നത് ഹബീബിനെ ആക്രമിക്കാൻ വരുന്ന, മദീനയെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ ഒരു കിടങ്ങ് കുഴിച്ച് സംരക്ഷണം
ഉറപ്പുവരുത്താൻ വേണ്ടി നബിയും സ്വഹാബിമാരും കിടങ്ങ് കുഴിക്കുന്ന അവസ്ഥയിലാണ് ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ച് നബി തങ്ങൾ പറയുന്നത്. മുഅ്മിൻ പരീക്ഷയിൽ ജീവിക്കണമെന്നാണ്. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ആ പ്രതീക്ഷ എങ്ങാനും നടന്നില്ലെങ്കിൽ എന്താണ്, അത്രയും കാലം ഒരു പ്രതീക്ഷയിൽ ജീവിച്ചല്ലോ എന്നെങ്കിലുമായില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ സംബന്ധിച്ച് ഉന്നതങ്ങളിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, സ്വഹാബികളെ, അൻതും ഖൈറു അഹ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ഉന്നതരായ ആളുകൾ നിങ്ങളായിരിക്കും. അവിടുന്ന് പറയുമായിരുന്നു, അൽ ഖൈറു ഫിയ വഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളുവരെ നന്മയായ നന്മയെല്ലാം എന്നിലും എന്റെ അനുയായികളിലുമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അനുയായികൾ ലോകത്ത് സംസ്കാരങ്ങളുടെ, കണ്ടുപിടുത്തങ്ങളുടെ, വ്യത്യസ്തങ്ങളായ വൈജ്ഞാനിക മണ്ഡലങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടവരാണ് മുസ്ലിമീങ്ങളായ ആളുകൾ. നമ്മൾ ഭക്ഷണവും അന്നവും മാത്രം ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരല്ല, വിജ്ഞാനം ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവർ. അതുകൊണ്ടാണ് ഈ സമുദായത്തോട് അല്ലാഹു ആദ്യമായി ആഹ്വാനം ചെയ്യുന്നത്, ഇഖ്റ, നിങ്ങൾ വായിക്കണേ, വായിക്കണേ, പ്രപഞ്ചത്തെ വായിക്കണേ, പ്രപഞ്ചം വായിക്കണം. എന്ത് വായിക്കണം എന്നവിടെ പറഞ്ഞിട്ടില്ല. ഇഖ്റ, വായിക്കണം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ച ആ സൃഷ്ടിച്ചവനായ അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കണം. വായിക്കപ്പെടേണ്ടതെല്ലാം, വായിക്കാവുന്നതെല്ലാം നിങ്ങൾ വായിക്കണേ. എഴുതണം, വായിക്കണം. ഇതല്ലേ ആദ്യമായി അല്ലാഹു നമ്മളോട് പറയുന്നത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ വായിക്കപ്പെടുന്നത് എന്നാണ് വാക്കിന്റെ അർത്ഥം. ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതാണ്, ഓതപ്പെടുന്നതാണ്, വായിക്കപ്പെടുന്നതാണ്. മുഹമ്മദ് ഇബ്നു അബീ ആമിർ പോലീസുകാരനായി മാറുകയും ആ സമയത്ത് സ്പെയിനിന്റെ ഭരണാധികാരി ഖലീഫ മരണപ്പെടുകയും ചെയ്യുന്നു. അയാൾക്ക് 10 വയസ്സ് മാത്രം പ്രായമുള്ള ആളാണുള്ളത്. 10 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ. ആ മകന് ഒറ്റയ്ക്ക് ഭരണം നടത്താൻ കഴിയില്ല. 10 വയസ്സായ മകന് ഒറ്റയ്ക്ക് ഭരണം നടത്താൻ കഴിയില്ല. അന്നേരം ആ മകന്റെ ഉമ്മ മകന് സഹായികളായി പ്രഗത്ഭരായ 3 പോലീസുകാരെ നിയമിക്കുകയാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് എന്ന് വേണം പറയാൻ. മുഹമ്മദ് ഇബ്നു അബീ ആമിറും അയാളുടെ കൂട്ടുകാരനായ ഇബ്നു അബീ ഗാലിബും അതുപോലെ തന്നെ ഇബ്നു തുമൈഹും 3 പേരും 3 പോലീസുകാർ. ജൂനിയറായ, പ്രായം വളരെ കുറഞ്ഞ 10 വയസ്സ് മാത്രം പ്രായമുള്ള സ്പെയിനിന്റെ മരിച്ചുപോയ ഭരണാധികാരിയുടെ മകന് താങ്ങും തണലുമായി ഉപദേശകരായി നിയമിക്കപ്പെടുന്നു. ഇബ്നു തുമൈഹ് തന്റെ കൂടെയുള്ള പോലീസുകാരൻ, അയാളുടെ ദുർനടപ്പ് കാരണം മുഹമ്മദ് ഇബ്നു അബീ ആമിർ ആ ഉമ്മയെ അറിയിക്കുകയും അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തപ്പോ ഇനി 2 ആള് മാത്രമാണുള്ളത്, മുഹമ്മദ് ഇബ്നു അബീ ആമിറും തന്റെ കൂട്ടുകാരനായ ഇബ്നു അബീ ഗാലിബ്. ഇബ്നു അബീ ഗാലിബിനാണെങ്കിലോ നല്ലൊരു മോളുണ്ട്. ആ മോളെ തന്റെ മകനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുകയും ചെയ്ത് കുടുംബബന്ധം സ്ഥാപിച്ചു. പിന്നെ ആ കുട്ടിയുടെ കൈകാര്യകർത്താവ് മുഹമ്മദ് ഇബ്നു അബീ ആമിറാണ്. ആ കുട്ടി എവിടെ പോകണമെന്ന്, ആർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് മുഹമ്മദ് ഇബ്നു അബീ ആമിർ. ഈ സംഭവം നടക്കാൻ 30 വർഷമെടുത്തു. തന്റെ കഴുത വിറ്റിട്ട് 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ കുഞ്ഞിന്റെ കൂടെ വീണ്ടും ഒരു 10 വർഷം. അങ്ങനെ 40 വർഷമായപ്പോൾ ഭരണം നടത്തുന്നത് കുഞ്ഞല്ല, ഭരണം നടത്തുന്നത് മുഹമ്മദ് ഇബ്നു അബീ ആമിറാണ്. സൈന്യം അയക്കുന്നത് അയാളാണ്. സ്പെയിനിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തത് മുഹമ്മദ് ഇബ്നു അബീ ആമിർ. അങ്ങനെ മുഹമ്മദ് ഇബ്നു അബീ ആമിറാണ് ഫലത്തിൽ ഖലീഫ. ഖലീഫ നാമത്തിൽ ചെറിയ ചെറുപ്പക്കാരനാണെങ്കിലും ഭരണം നടത്തിയത് മുഹമ്മദ് ഇബ്നു അബീ ആമിറാണ്. അതുകൊണ്ടാണ് സ്പെയിനിന്റെ ചരിത്രത്തിൽ ആമിരി ഭരണകാലം എന്ന് കേൾക്കാൻ കഴിയും. അദ്ദൗലത്തുൽ ആമിരിയ, അത് മുഹമ്മദ് ഇബ്നു അബീ ആമിറിന്റെ കാലമാണ്. 40 കൊല്ലം കഴിഞ്ഞപ്പോ തന്റെ പഴയ 2 കൂട്ടുകാരെ, കഴുതപ്പണി ചെയ്തിരുന്ന 2 കൂട്ടുകാരെ ഓർമ്മ വന്നു. അങ്ങാടിയിൽ ചെന്ന് വിളംബരം ചെയ്തു, ഇന്നാലിന്റെ വിശേഷണങ്ങളുള്ള
രണ്ടുപേർ എന്റെ കൊട്ടാരത്തിലേക്ക് വരണം. അപ്പൊ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ആൾക്കാർക്ക് മനസ്സിലായി. രണ്ടുപേരും വന്നു. ഓർമ്മണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മണ്ട്. അന്ന് ഞാൻ ഖലീഫയാവുമെന്ന് പറഞ്ഞപ്പോ ഖലീഫയത് ഓർമ്മണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, ഞാൻ ഖലീഫയായാൽ എന്ത് വേണമെന്ന് ചോദിച്ചല്ലോ. എന്താ നിങ്ങൾ മറുപടി പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഒരാളോട് പറഞ്ഞു ഓർമ്മയുണ്ട്, എനിക്ക് 4 പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാനുള്ള മഹർ വേണം. ഓക്കെ, പിന്നെ നീ ചോദിച്ചു, പിന്നെ നീ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ത്, എനിക്കൊരു കൊട്ടാരം, അതിന്റെ മുമ്പിൽ തോട്ടങ്ങളൊക്കെ ഉള്ള നല്ല മനോഹരമായൊരു കൊട്ടാരം, പാലസ് വിത്ത് ഗാർഡൻ. അപ്പോ ഇതാ, ഇത് ഈ സ്വർണ്ണ നാണയങ്ങൾ നിനക്ക് മഹർ കൊടുക്കാനുള്ള നിന്റെ വിവാഹത്തിനാവശ്യമായതാണ്. പിന്നെ കൊട്ടാരത്തിന്റെ കീയും കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞിതാ, വളരെ മനോഹരമായ ഒരു മലർവാടിയുള്ളൊരു കൊട്ടാരം എനിക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുന്നു. അതിലേറെ നീ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു. അടുത്ത ആളോട് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞു. പൊന്നു ചങ്ങാതി, എന്നെ നാണം കെടുത്തല്ലേ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, ഒന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. എന്നെ ഒരു കഴുതപ്പുറത്ത് മലർത്തി കിടത്തി, എന്റെ മുഖത്ത് കറുപ്പ് പെയിന്റ് അടിച്ച്, ദാ കള്ളൻ നുണ പറയുന്നവനെന്ന് പറഞ്ഞ് അങ്ങാടിയിലൂടെ വെച്ചെന്ന് നടത്തിയേക്കണം, എന്നാ പിന്നെ ഞാനത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ കൂട്ടുകാരനെ കഴുതപ്പുറത്ത് കെട്ടിവെച്ച് കൊണ്ടു നടന്നു സ്പെയിനിന്റെ അങ്ങാടിയിൽ. ഇത് മുഹമ്മദ് ബിൻ ആമിർ ചെയ്തത് വരും കാലങ്ങളിൽ വരുന്ന ആളുകൾക്ക് പ്രതീക്ഷകൾക്ക് വകവെക്കാനാണ്. അവരുടെ സ്വപ്നങ്ങൾ പൂവണിയണം, പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായി മാറണം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവണം. നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നതങ്ങളിലേക്ക് നോക്കണം, നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ചിന്തിക്കണം. വിദ്യാഭ്യാസം എവിടെയെങ്കിലും ഒരു ഗ്രാജുവേഷനിൽ അവസാനിപ്പിക്കാതെ മുന്നോട്ടുള്ള യാത്രയിൽ കുതിച്ചു പോകണം, ഒരിക്കലും പിന്നോട്ട് നോക്കരുത്. മുന്നോട്ടുള്ള വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു മനസ്സുമായി ഈ ഉമ്മത്ത് ജീവിക്കണമെന്ന് 1000 തവണ വിളിച്ചു പറയാനാണ് മുഹമ്മദ് ബിൻ നബി ആമിർ എന്ന ഖലീഫ തന്റെ കൂട്ടുകാരുടെ വാക്കുകൾ അങ്ങനെ പാലിച്ചു കൊടുത്തത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, യഖൂലുല്ലാഹു തആല അന ഇൻദ ദുന്നി അബ്ദീ ബി. അല്ലാഹു പറയുന്നു, ജനങ്ങളെ, നിങ്ങൾ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെയാണ്. അന ഇൻദ ദുന്നി അബ്ദീ ബി. ഇതൊരു അത്ഭുതകരമായ ഹദീസാണ്. ഒരു രോഗി മനസ്സുകൊണ്ട് ഉറപ്പിച്ചു പറയുന്നു, എന്റെ റബ്ബ് എനിക്ക് എന്റെ രോഗത്തിന് ശിഫ തരും, എന്റെ രോഗം അല്ലാഹു ശിഫയാക്കി തരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ രോഗത്തിന് ശിഫ കിട്ടിയിരിക്കും. നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെയാണ്. എന്റെ റബ്ബെന്നെ കൈവെടിയുകയില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചാൽ അല്ലാഹു നിങ്ങളെ കൈവെടിയുകയില്ല. എന്റെ പാപങ്ങളെല്ലാം ഞാൻ അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞുവല്ലോ, അവൻ എനിക്ക് മാപ്പ് തരിക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ അല്ലാഹുവിനെ പറ്റി വിചാരിച്ചാൽ അല്ലാഹു അങ്ങനെ തന്നെയാണ്. അന ഇൻദ ദുന്നി അബ്ദീ ബി. എന്റെ ദാസനും എന്റെ ദാസിയും, ആണുങ്ങളും പെണ്ണുങ്ങളും, വിശ്വാസിനികൾ അല്ലാഹുവിനെ കുറിച്ച് എങ്ങനെ വിചാരിക്കുന്നുവോ അല്ലാഹു അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ഖൈറേ വിചാരിക്കാവൂ, പ്രത്യേകിച്ച് മരണപ്പെടുന്ന സമയം. നബി തങ്ങൾ പറയുന്നു, അഹ്സിനുൽ വന്ന ബില്ലാഹ്. ഒരു രോഗിക്ക് മരണമാസന്നമായാൽ, മരണപ്പെടാൻ പോകുന്ന രോഗി, എന്റെ അല്ലാഹു എന്നെ കൈവെടിയുകയില്ല, എന്റെ അല്ലാഹു എന്റെ കൂടെ കൂട്ടിന് ഖബറിൽ ഉണ്ടാകും, എന്റെ അല്ലാഹുവിന്റെ റഹ്മത്ത് എന്റെ കൂടെ ഉണ്ടാകും, എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും, എന്റെ റബ്ബ് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും, എന്റെ ഉമ്മ വാപ്പമാരുടെ കൂടെ അല്ലാഹു സുഖലോക സ്വർഗത്തിലേക്ക് എന്നെ ആനയിക്കുമെന്നാണ് നിങ്ങൾ അല്ലാഹുവിനെ പറ്റി വിചാരിക്കേണ്ടത്. പ്രത്യേകിച്ച് മരണപ്പെടുന്ന സമയത്ത് ഒരിക്കലും എന്റെ റബ്ബ് എന്നെ കൈവെടിഞ്ഞു എന്ന് വിചാരിക്കരുതേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുക. അറിയുമോ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ 11 വയസ്സ് അല്ലെങ്കിൽ 12, 13 എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചെറിയ പ്രായക്കാരനായ ടീനേജിലേക്ക് പ്രവേശിക്കാനിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനായ നബി തങ്ങൾ വഫാത്തായപ്പോ മദീനയിലെ അൻസ്വാരിയായ സമപ്രായക്കാരനായ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, പിന്നെ നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ നമുക്കൊന്ന് പഠിച്ചെടുത്തുകൂടെ? നമുക്ക് ഹദീസ് ഒന്ന് പഠിച്ചാലോ?
ഇപ്പൊ ഹദീസ് പഠിക്കേ. ഇബ്നു അബ്ബാസേ, നിന്നെക്കാളും എത്രയോ പ്രായമുള്ള സ്വഹാബിമാർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ ജീവിച്ചിരിപ്പുണ്ട്, ഉസ്മാൻ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, അലിയാർ ജീവിച്ചിരിപ്പുണ്ട്, ഖാലിദ് ബിൻ വലീദ് ജീവിച്ചിരിപ്പുണ്ട് റളിയല്ലാഹു അൻഹുമാ റളിയല്ലാഹു തആല അൻഹു. അതോടൊപ്പം തന്നെ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ മഹാന്മാരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഇൽമിന് ആർക്കാവശ്യമുണ്ട്? ഇബ്നു അബ്ബാസ്, നിങ്ങളൊക്കെ ചെറിയ കുട്ടിയല്ലേ, നിങ്ങൾ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇൽമ പഠിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടതില്ല ഇബ്നു അബ്ബാസേ, ഇവിടെ മുതിർന്ന ആളുകളുണ്ടല്ലോ എന്ന് തന്റെ കൂട്ടുകാരൻ മഹാനവറുകളോട് പറഞ്ഞപ്പോ മഹാനവറുകൾ തിരിച്ചറിഞ്ഞു, ഇത് മടിയനായ കൂട്ടുകാരനാണ്, ഇവൻ പിന്തിരിപ്പനാണ്, ഇവന്റെ കൂടെ നടന്നാൽ എന്റെ ഭാവി ശരിയാവില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വിജ്ഞാനം തേടി പഠിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. 12-13 വയസ്സുള്ള മോന് എവിടെ പോകുന്നു? മദീനയുടെ മുക്കുമൂലകളിൽ ഏതെങ്കിലും ഒരു സ്വഹാബി ഉണ്ടെന്നറിഞ്ഞാൽ ആ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹദീസ് പഠിച്ചിട്ടുണ്ടെന്നറിഞ്ഞാൽ ആ ഹദീസ് പഠിക്കാൻ വേണ്ടി തങ്ങളായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, തങ്ങളാണവര്, നല്ല മുഖഭംഗിയുള്ള മഹാനാണ്, നബി തങ്ങളുടെ എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മോനാണത്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഞാൻ ഏതെങ്കിലും സ്വഹാബിയുടെ വീട്ടിലെത്തുമ്പോൾ നട്ടുച്ച നേരമായിരിക്കും. അപ്പൊ പിന്നെ അവരെ വിളിച്ചുണർത്താൻ പ്രയാസം, കാരണം വീട്ടുകാരൻ ഒന്നുകിൽ അവിടെ ഉണ്ടാവില്ല, ഉള്ളവർ തന്നെ ഉച്ചയ്ക്ക് ഒന്ന് വിശ്രമിക്കുന്ന സമയമാണ്. ഉച്ചനേരം കഴിഞ്ഞാൽ പിന്നെ ഒരാളും അതിഥിയായി ആ അസർ ദുഹറിന്റെ ഇടയിൽ ഒരു വീട്ടിൽ ചെന്ന് വെല്ലടിച്ച് ശല്യം ചെയ്യരുതെന്നാണ്. അതൊരു മനുഷ്യന്റെ വിശ്രമ സമയമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ നബിതങ്ങളുടെ ഹദീസുകളിൽ കാണാൻ കഴിയും, ഒരു മനുഷ്യൻ വിശ്രമിക്കുന്ന നേരം അവിടെ ചെന്ന് വെല്ലടിക്കരുത്. ഒരു ഭക്ഷണം കഴിച്ചാൽ ചെറിയൊരു മയക്കം, കവായിക്കാർക്കൊക്കെ ഇല്ലേ, ചെറിയൊരു മയക്കം ഉണ്ടാവും. അപ്പൊ ആരെങ്കിലും വെല്ലടിച്ചായി വാതിൽ ചെന്ന് തുറന്നു കൊടുക്കൽ തന്നെ മടിയായിരിക്കും. പ്രത്യേകിച്ച് മടിയന്മാരും കൂടിയാണെങ്കിൽ പറയണ്ട. സുഡാനിയെ കുറിച്ച് ഒരു കഥ പറയാറുണ്ട്, മടിയുടെ അങ്ങേയറ്റെന്ന്. സുഡാനികൾ മുഴുവൻ മടിയന്മാരായിട്ടല്ല, അതിലേതോ ഒരു മടിയൻ കുടുംബം ഉണ്ടായിരുന്നു എന്ന് ഇതിനർത്ഥമുള്ളൂ. അതുണ്ടായ കഥയാണെന്ന് എനിക്കറിയില്ല. ഭാര്യ വന്നിട്ട് വാതിൽക്കൽ മുട്ടിയെന്ന ബെല്ലടിച്ചു, എന്തോ ഷോപ്പിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കാൻ, വാതിൽ തുറക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വാപ്പയും മക്കളൊക്കെ അവിടെ ഉണ്ട്, മക്കൾ ഓരോരുത്തരും മൊബൈൽ കളിച്ചിരിക്കുന്നുണ്ട്, വാപ്പ വേറൊരു മൊബൈൽ കളിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ വാപ്പ പറഞ്ഞു മൂത്ത മോനോട്, മോനെ ഡോർ തുറന്നുകൊടുക്ക്. അവൻ പറഞ്ഞു അനുജനോട്, ഈ പോയി തുറന്നുകൊടുക്ക്. അനുജൻ പറഞ്ഞു എനിക്ക് പറ്റൂല, ഞാൻ ബിസിയാ. അടുത്ത ആള് പറഞ്ഞു നീ തുറന്നുകൊടുക്ക. മക്കള് മൂന്നാളും തയ്യാറായില്ല. അപ്പൊ വാപ്പ നടന്നു ചെന്ന് ഡോറും തുറന്നു കൊടുക്കേണ്ട വിഷയമുള്ളൂ. അദ്ദേഹത്തിന് മടി കാരണം അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പെണ്ണെ നിന്നെ ഞാൻ 3 തൊലാക്കും ചൊല്ലിയിട്ട് നീ പൊയ്ക്കോ, തുറക്കാനാവൂല, അതുകൊണ്ടാണ്. അതിൽ പെണ്ണങ്ങ് ദേഷ്യപ്പെട്ട് പറഞ്ഞു, പൊന്നു മനുഷ്യ, അതിന് മാത്രം തൊലാക്ക് ചൊല്ലാൻ എന്റെ കയ്യിൽ കീഴിൽ ഞാൻ തുറക്കുമായിരുന്നല്ലോ, നിങ്ങളെന്തിനാ തൊലാക്കല്ലേ ഇത്? അപ്പൊ ഇവള് കീ വെച്ചിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പണിയൊക്കെ ഇത്രയും നേരം കാത്തിരുന്നത്. ഇങ്ങനെ മഹാമടിയന്മാരുണ്ടാകും. പ്രത്യേകിച്ച് മനുഷ്യന്റെ ഒരു വിശ്രമ നേരം കൂടിയാണെങ്കിൽ ഒന്ന് എണീക്കാൻ പോലും മടിയായിരിക്കും, ഒന്ന് നടക്കാൻ പോലും മടിയായിരിക്കും. സുബ്ഹാനല്ലാഹ്, തൊലാക്കുല്ലി പറഞ്ഞേക്കണം, എന്നാ തുറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോ ഉച്ചനേരമാണെങ്കിൽ ആ വാതിൽക്കൽ മുട്ടൂല, അവിടെ ഇരിക്കും. എപ്പോഴാണോ വീട്ടുകാരനായ സഹാബി പുറത്തേക്ക് വരുന്നത് അതുവരെ കാത്തിരിക്കാൻ വേണ്ടി. അങ്ങനെ എന്റെ മുഖത്തേക്ക് ചെമന്ന മണ്ണും കല്ലും പൊടിയുമുള്ള കാറ്റടിക്കും. ആരുടെ മുഖത്തായത്? തങ്ങളായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ. ഞാൻ ആ കടുത്ത ചൂടിൽ സ്റ്റെപ്പിലേക്ക് എന്റെ തല വെച്ചുകൊണ്ട് വീടിന്റെ പടിവാതിലിക്കൽ ഞാൻ കിടക്കുമായിരുന്നു. അങ്ങനെ സ്വഹാബിമാർ അവരുടെ വിശ്രമം കഴിഞ്ഞ് വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ എന്നെ അവിടെ കാണും. അവര് പറയും, യബ്ന അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട എളാപ്പയുടെ മോനെ, അഫലാ ഐഖൗതനി, നിങ്ങൾക്ക് എന്നെ ഒന്ന് ഉണർത്തിക്കൂടായിരുന്നോ? നിങ്ങൾ ഇത്രയും നേരം ഇവിടെ കാത്തിരിക്കുകയായിരുന്നോ?
ഞാൻ പറഞ്ഞു, ഞാൻ കാത്തിരിക്കാം, ഞാൻ വിജ്ഞാനം നിങ്ങളിൽ നിന്ന് പഠിക്കാൻ വന്നതാണ്. 13 വയസ്സാണ് ഇപ്പൊ സമയം. സഹാബിയോട് ചോദിക്കും, ഹദ്ദിസിനി ഹദീസൻ സമിഅതഹു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നിങ്ങൾ കേട്ട ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരുമോ? അങ്ങനെ ഹദീസ് പറഞ്ഞു കൊടുക്കും, അത് മനഃപ്പാഠമാക്കും. അടുത്ത സഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലും, കാണുന്നവരോടെല്ലാം ചോദിക്കും, നിങ്ങൾക്ക് ഹദീസ് അറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ തിരുവചനങ്ങൾ അറിയുമോ? അങ്ങനെ ഹദീസുകൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരുന്നു. ആ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബികളിലെ പ്രഗൽഭനായ ആലിം, മഹാനായ സ്വഹാബി വന്നപ്പോ ആ സ്വഹാബിയുടെ കുതിരപ്പുറത്ത് കാല് വെക്കുന്ന സ്ഥലം മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങാൻ, അല്ലെങ്കിൽ കഴുതപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങാൻ കാല് ചവിട്ടി വെക്കുന്ന സ്ഥലം കൈകൊണ്ട് പുണ്യമായ ആ സയ്യിദിന്റെ കരങ്ങൾ കൊണ്ട് പിടിച്ചു കൊടുത്തപ്പോ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസേ, നിങ്ങൾ ഇത് ചെയ്യരുത്. നിങ്ങൾ തങ്ങളല്ലേ, അഹ്ലുൽ ബൈത്തല്ലേ? ഒരു തങ്ങളായ ആൾ തങ്ങളല്ലാത്തൊരു പണ്ഡിതന് വേണ്ടി കാല് ചവിട്ടുന്ന സ്ഥലമൊക്കെ കൈകൊണ്ട് തൊടുകയോ? ഇത് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടിയുണ്ട്, ഹകദാ ഉമിർനാ അൻ നഫ്അല ബിഉലമാഇനാ വകുബറാഇനാ. ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരെയും മുതിർന്ന ആളുകളെയും കാണുമ്പോൾ ഞങ്ങൾ അഹ്ലുൽ ബൈത്താണ്, ഞങ്ങൾ തങ്ങന്മാരാണെന്ന് പറഞ്ഞ് മാറി നിൽക്കരുതെന്നാണ് ഹബീബിന്റെ ഓർഡർ. പണ്ഡിതന്മാർക്ക് സേവനം ചെയ്യണമെന്ന് അഹ്ലുൽ ബൈത്തിനോട് നബി തങ്ങളുടെ ഓർഡറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അത് പറയുകയേ വേണ്ടൂ. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസേ, മുദ്ദ ഇലയ്യ യദക, അങ്ങയുടെ കൈയൊന്ന് തരൂ ഇബ്നു അബ്ബാസ്, കൈയൊന്ന് തരൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന ചെറുപ്പക്കാരന്റെ കൈ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വന്ന മഹാനായ പണ്ഡിതനായ സ്വഹാബി ആ കരങ്ങളെടുത്ത് തുരുതുരാ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ്, ഹകദാ ഉമിർനാ അൻ നഫഅല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനെ കണ്ടാൽ, ഹബീബിന്റെ കുടുംബക്കാർ തങ്ങന്മാരെ കണ്ടാൽ അവരുടെ കൈകൾ പിടിച്ച് മുത്തണം എന്ന് ഞങ്ങൾ സ്വഹാബികളോടും നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നോക്കണം, പണ്ഡിതന്മാർ ഇങ്ങോട്ടും തങ്ങന്മാർ അങ്ങോട്ടും, ഈ രണ്ട് രീതിയിലുള്ള ബഹുമാനം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നിന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിച്ചു വലുതായി മഹാപണ്ഡിതനായി ഇബ്നു അബ്ബാസ് തങ്ങളുടെ മഖാം ഇന്ന് കാണാൻ കഴിയുന്നത് ത്വായിഫിലെ മസ്ജിദ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന റളിയല്ലാഹു തആല അൻഹുമാ വലിയൊരു പള്ളിയുണ്ട്. വളരെ മനോഹരമായ ഒരുപാട് ആർച്ചുകളുള്ള ഒരു പള്ളിയാണത്. ആ മഹത്തായ പള്ളിയുടെ അരികത്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. മക്കയിൽ നിന്ന് 10-70 കിലോമീറ്റർ പുറത്ത് ത്വായിഫിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഉംറക്ക് പോകുന്നവർക്ക് ഇപ്പം അങ്ങോട്ട് പോകാം, അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ്. ഇത് ഖുർആൻ മത്സരം നടക്കുന്ന വേദിയാണ്. റഈസുൽ മുഫസ്സിരീൻ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ നൽകുന്നവരുടെ നേതാവ് എന്ന് ലോകത്തറിയപ്പെടുന്ന ഒരാളാണുള്ളത്. അത് ഈ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. اللهم علمه التأويل اللهم فقهه في الدين. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ എന്ന തന്റെ കുടുംബക്കാരിയായ തന്റെ അമ്മായിയായ മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അരികത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഹബീബിന്റെ വീട്ടിൽ അവിടെ താമസിക്കാൻ വേണ്ടി വന്നപ്പോ മൈമൂന ബീവിയുടെ രാവിൽ അല്ലാഹുവിന്റെ ഹബീബിന് നിസ്കരിക്കേണ്ട നേരമായപ്പോൾ ഉറങ്ങാതെ നിന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് വുദു എടുത്തപ്പോൾ നബി തങ്ങളോടൊപ്പം വുദു ചെയ്യുകയും ആ പാതിരാത്രിയിൽ നമ്മളൊന്ന് ആലോചിക്കണം, എന്താണ് ആ പാതിരാവ്? ഒരു ലൈറ്റ് ഇടാൻ കഴിയുമോ? ഒരു ബൾബുണ്ടോ അവിടെ? വെറുതെ ഒന്ന് വെളിച്ചം കത്തിക്കാൻ എത്ര പ്രയാസമുണ്ട് അന്നത്തെ കാലഘട്ടം. ആ ഇരുട്ടത്തെ ഹബീബായ നബി തങ്ങൾക്ക് വുദൂഇന്റെ വെള്ളം തയ്യാറ് ചെയ്തു കൊടുക്കുകയും തങ്ങളെ ചോദിച്ചു, ഇബ്നു അബ്ബാസേ, നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇല്ല നബിയെ, ഞാൻ ഇന്ന് ഉറങ്ങിയിട്ടില്ലായിരുന്നു.
അങ്ങനെ ഹബീബായ നബി തങ്ങൾ തഹജ്ജുദിന് വേണ്ടി നിസ്കരിക്കാൻ നിന്നപ്പോ ഹബീബായ നബി തങ്ങളുടെ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ തങ്ങളുടെ ഇടത് കൈകൊണ്ട് ഇബ്നു അബ്ബാസ് എന്നവരെ വലതുഭാഗത്തേക്ക് മാറ്റുകയാണ്. പക്ഷേ നേരെ പിറകിലാണ് എത്തിയത്. പിന്നെ മറ്റു കൈകൊണ്ടാണ് നബി തങ്ങൾ മാറ്റാൻ പോകുന്നത്. നബി തങ്ങളുടെ നേരെ പിന്നിലെത്തിയപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു താനെ വലതുഭാഗത്തേക്ക് മാറി നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചുവല്ലോ, ഇബ്നു അബ്ബാസേ, നിങ്ങൾ എന്തേ എന്റെ നേരെ പിറകിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ നിങ്ങൾ വലതുഭാഗത്തേക്ക് മാറിയത്? അവിടുന്ന് മറുപടി കൊടുത്തു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആർക്കാണ് നബിയേ അങ്ങയുടെ നേരെ പിന്നിൽ നിൽക്കാൻ ധൈര്യമുണ്ടാവുക? ആർക്കാണ് നബിയെ അങ്ങയുടെ നേരെ പിറകിൽ വന്ന് നിൽക്കാൻ ധൈര്യമുണ്ടാവുക? അതുകൊണ്ട് ഞാനായിട്ട് മാറി നിന്നതാണെന്ന് കൊച്ചുകുട്ടിയായിരുന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞപ്പോഴാണ് ആ മോന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ഹബീബിന്റെ പൊരുത്തം കൊടുത്ത് ദുആ ചെയ്തു കൊടുത്തത്. അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ. അല്ലാഹുവേ, ഈ കുട്ടിക്ക് നീ ദീനിന്റെ വിജ്ഞാനം നൽകണമേ. ഈ കുട്ടിക്ക് നിന്റെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമേ. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി വളരാൻ സജ്ജനങ്ങളായ ആലിമീങ്ങളുടെ സാദാതീങ്ങളുടെ പൊരുത്തവും അവരുടെ പ്രാർത്ഥനയും അതോടൊപ്പം അനിവാര്യമാണെന്ന് ഹബീബായ നബി തങ്ങളുടെ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഹബീബിന്റെ വഫാത്തിന് ശേഷം ഒരുപാട് ഹദീസുകൾ പഠിച്ചു. ആ ഹദീസുകളെല്ലാം സമാഹരിച്ചിട്ട് ഹബീബായ നബി തങ്ങളുടെ സ്വഹാബികളിൽ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവായി മാറാൻ കഴിഞ്ഞ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സാധാരണ സ്വഹാബിമാരുടെ വീടിന്റെ വാതിലിന്റെ പടിയിൽ ചെന്ന് വെയിലും കാറ്റും കൊണ്ട് കിടക്കുമായിരുന്നു. നട്ടുച്ച നേരത്തെ ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി, ഒരു ഹദീസ് മനഃപ്പാഠമാക്കാൻ വേണ്ടി. അതാണ് മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. തന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, മഹാനായ അബൂ സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ അബൂ സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണ്. മഹാനായ ഇമാമുൽ അസ്സഹബി സിയർ അലാമുൻ നുബലായിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരന്റെ ഒരു മഹാത്ഭുതം മക്കയിൽ വെച്ചു കണ്ടു. ആ കണ്ട സംഭവം അന്നത്തെ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ബർബറികളോ ആണ് കാണുന്നതെങ്കിൽ ലഅസ്ലമൂ ജമീആ, അവരെല്ലാം ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു. സംഭവം ഇതാണ്. വിശുദ്ധമായ ഹജ്ജ് നടക്കുമ്പോൾ, വിശുദ്ധമായ ഹജ്ജിൽ ഹാജിമാർ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഹജ്ജിന്റെ മശാഇറുകളിൽ ഹജ്ജിന്റെ ഇബാദത്തുകൾ വ്യാപൃതരായി നടന്നുകൊണ്ടിരിക്കുമ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാമ ഫീഹിം ഖതീബാ, ബഹുമാനപ്പെട്ടവർ ഖതീബായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. എല്ലാവരും ഇരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട്. മഹാനവറുകൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ ഓതാൻ തുടങ്ങി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ആ സൂറത്തുൽ ബഖറ ഓതുകയും ഓരോരോ ആയത്തിന്റെയും വ്യാഖ്യാനം ഒരായത്ത് പോലും തെറ്റിപ്പോകാതെ, ഒരായത്ത് പോലും നഷ്ടപ്പെട്ടു പോകാതെ സൂറത്തുൽ ബഖറയിലെ 286 ആയത്തുകൾ ഓരോന്നും മഹാനവറുകൾ നിന്ന നൃത്തത്തിൽ നിന്നും മണിക്കൂറുകളോളം തഫ്സീർ ചെയ്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ആ വ്യാഖ്യാനമെങ്ങാനും അവിടുത്തെ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ അവിടുത്തെ ബർബരികളോ കണ്ടിരുന്നുവെങ്കിൽ ലഅസ്ലമൂ ജമീആ, അവർ മുഴുവനും അവിടെ ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു. ഈ മഹാപണ്ഡിതന്റെ പാണ്ഡിത്യത്തിന്റെ മികവ്, മഹാനവരുടെ മനഃപ്പാഠമാണോ ഞാൻ പറയേണ്ടത്? ആ മഹാനുഭാവന്റെ വ്യാഖ്യാനത്തിന്റെ വിജ്ഞാനമാണോ പറയേണ്ടത് എന്നെനിക്കറിയുന്നില്ല എന്ന് അത്ഭുതത്തോടുകൂടെ പറയുന്നു അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു. അത്രയും വലിയ പണ്ഡിതനായി മാറിയത് കൊച്ചുകാലത്തിലെ അധ്വാനമാണ്. നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതിലേറെ ഹോസ്റ്റലിൽ ചെന്ന് ദീനീ ചുറ്റുപാടുകളുള്ള സ്ഥാപനങ്ങളിൽ ദർസുകളിൽ ചെന്ന് പഠിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് പഠിക്കാൻ കഴിയും. നമുക്ക് പക്ഷേ വേദന വരും. എന്റെ വീട്ടിൽ എത്ര സുഖത്തിൽ ജീവിക്കേണ്ട മക്കളാണ്, കഷ്ടപ്പാട് സഹിച്ച് വളരുന്നതല്ലേ, കഷ്ടപ്പാട് സഹിച്ച് പഠിക്കുന്നത്. പക്ഷേ ആ കഷ്ടപ്പാടുകൾ ജീവിതത്തിന്റെ ഇളം പ്രായങ്ങളിൽ അവരനുഭവിക്കുന്നത്
ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രകളിൽ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ അവരത് സഹായിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാർ മഹാനവറുകളെ കാണാൻ വേണ്ടി മദീനയിൽ വന്ന കാലം, അന്ന് മഹാനവറുകൾ ഹബീബായ നബി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ ഉടനെ മദീനയിൽ തന്നെയാണ് താമസം. പിന്നീടാണ് ഹറമിൽ ദർസും താമസം ത്വായിഫിലുമായി മാറിയത്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ വീട് ത്വായിഫിലായിരുന്നു, ദർസ് നടത്തിയിരുന്നത് മസ്ജിദുൽ ഹറാമിലാണ്, മക്കയിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ കാണാൻ തന്റെ കൂട്ടുകാരൻ വരുന്നു. നോക്കണം, ഒരു കാലത്ത് എന്തിനാണ് ഇബ്നു അബ്ബാസേ നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത്? ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ വേറെയുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് ഇതിനിറങ്ങേണ്ട വല്ല കാര്യവുമുണ്ടോ ഇന്ന് എന്ന് ചോദിച്ച ആളുകൾ പോലും ഈ മഹാനായ മനുഷ്യന്റെ ഒരു മഹത്വം നോക്കൂ, ഈ മഹാനായ മനുഷ്യൻ എത്തിപ്പെട്ട സ്ഥാനമൊന്ന് കണ്ടു നോക്കൂ എന്ന് അത്ഭുതം കൂടുകയാണ്. നോക്കണം, മദീനയിൽ അന്ന് തിരക്ക്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുറ്റത്ത് തിരക്കുകൊണ്ട് തന്റെ കൂട്ടുകാരന് ഇബ്നു അബ്ബാസ് തങ്ങളുടെ വീട്ടിലേക്ക് നടന്നെത്താൻ കഴിഞ്ഞില്ലെന്നാണ് ചരിത്രം. അവസാനം ആ തിക്കും തിരക്കിലൂടെ തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് എത്തിയപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇബ്നു അബ്ബാസ്, എന്തോ ഒരു തിരക്കാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇബ്നു അബ്ബാസ്, സഹോദര, അതിൽ ഇറാഖിൽ നിന്ന് വന്നവരുണ്ട്, ഈജിപ്തിൽ നിന്ന് വന്നവരുണ്ട്, യമനിൽ നിന്ന് വന്നവരുണ്ട്, ഷാമിൽ നിന്ന് വന്നവരുണ്ട്. എത്രയാ കിലോമീറ്റർ ഇതൊക്കെ? മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് 3000-ലേറെ കിലോമീറ്റർ വേണം, 3500-ലേറെ കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇറാഖിലേക്ക് വേണം 2000 ചില്ലറ. അത്രയും ദൂരങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസ് തങ്ങളെ തേടി യമനിൽ നിന്ന് യാത്ര വന്നവർ, ഷാമിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, മിസ്റിൽ നിന്ന് വന്നവരെ യസ്അലൂനനീ, അവരെന്നോട് ഇൽമു ചോദിക്കാൻ വന്നതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അത്ഭുതമാണ്! ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഫ്ലൈറ്റുകളില്ലാത്ത കാലം, ട്രെയിനില്ലാത്ത കാലം, കാറുകളില്ലാത്ത കാലം, ഒട്ടകപ്പുറത്ത്, കഴുതപ്പുറത്ത് ദീർഘമായ യാത്ര ചെയ്തു വരുന്ന യാത്രകൾ ആ മഹാനായ ഒരു പണ്ഡിതനെ കാണാൻ വേണ്ടി മാത്രം. മദീനയിൽ നിന്ന് തിക്കായിരുന്നു, തിരക്കായിരുന്നു. അങ്ങനെ ഞാനും എന്റെ കൂട്ടുകാരനായ ഇബ്നു അബ്ബാസ് തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അവിടെ ജോലി ചെയ്യുന്ന ഖാദിമായ ചെറുപ്പക്കാരൻ വാതിൽക്കൽ വന്ന് വിളംബരം ചെയ്യാൻ തുടങ്ങി. വന്നവരോട്, ജനങ്ങളെ, നിങ്ങളിൽ ഖുർആനിൽ സംശയമുള്ള ആളുകൾ വീട്ടിലേക്ക് വന്നോളൂ. സൂറത്ത് ആലി ഇംറാനിലെ ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഏതാണ്? ഇബ്നു അബ്ബാസേ, ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, എന്താണ് മവാഖിഉൻ നുജൂം എന്ന് പറഞ്ഞു തരൂ. സംശയമുള്ളവർ ചോദിക്കുന്നു ഇബ്നു അബ്ബാസ് തങ്ങളോട് ഖുർആനെ കുറിച്ചുള്ള സംശയങ്ങൾ. 2 മണിക്കൂറിലേറെ കഴിഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇഖ്വാനുക്കും, ജനങ്ങളെ, നിങ്ങളുടെ കൂട്ടുകാരാണ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അവർക്ക് സമയം കൊടുക്കണം. അപ്പൊ ഇവര് മാറുന്നു. അടുത്ത വിളംബരം, ഹദീസിൽ സംശയമുള്ളവർ ഇതാ വന്നോളൂ, ഹബീബിന്റെ ഹദീസ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ മഹാനായ ശൈഖിനോട് ചോദിച്ചോളൂ. 100 കണക്കിന് ആളുകളാണ് മുന്നിലേക്ക് വരുന്നത്. അവർക്ക് ഹദീസിലെ സംശയങ്ങൾ നിവാരണം ചെയ്തു കൊടുക്കുന്നു, ഹബീബായ നബി തങ്ങളുടെ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ ഖുർആനും ഹദീസും ബന്ധപ്പെട്ടിരിക്കുന്ന അറബി വ്യാകരണ ശാസ്ത്രമുണ്ട്, നഹ്വുണ്ട്, ഇൽമുൽ മആനിയുണ്ട്, ഇൽമുൽ ബദീഉണ്ട്. സംശയക്കാർ ചോദിക്കുന്നു, അശ്ആറുകൾ, അബിയാത്തുകൾ ചോദിക്കുന്നു. അത് കഴിഞ്ഞാൽ താരീഖിനെ കുറിച്ചുള്ള സംശയം. ഇങ്ങനെ പ്രബലമായ 4 വിഷയങ്ങളെക്കുറിച്ച് സംഘമായ ആളുകൾ വന്ന് ചോദിക്കുന്നു. ആ തിക്കും തിരക്കും കണ്ടപ്പോൾ ഞാനെന്ന് ഓർത്തുപോയി, പടച്ചവനെ, മദീനയുടെ ഓരോ വീടിന്റെയും വാതിലിന്റെ അരികത്ത് ചെന്ന് വീട്ടിലേക്ക് ചവിട്ടിക്കയറുന്ന സ്റ്റെപ്പിൽ തലവെച്ച് കിടന്ന് ഒരു ഹദീസ് മനഃപ്പാടമാക്കാൻ ആഗ്രഹമുണ്ട്, പറഞ്ഞു തരുമോ എന്ന് ത്യാഗം സഹിക്കാൻ വന്ന ആ കൊച്ചുകുട്ടിയാണല്ലോ ഇത്രമേൽ വലിയ പണ്ഡിതനായി മാറിയത്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. യസീദ് ഇബ്നുൽ മുഹല്ലബ്, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ, ജാഹിലിയ്യ കാലങ്ങളിൽ കഴിഞ്ഞുപോയ യസീദ് ഇബ്നുൽ മുഹല്ലബ് പ്രഗൽഭനായ കവിയാണ്. അദ്ദേഹം കവിയായിരിക്കെ തനിക്കൊരു രാജാവാകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായൊരു വീട് പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് ചരിത്രം.
സ്വന്തമായൊരു വീട് പോലില്ല. പക്ഷെ അദ്ദേഹം പറയും, എനിക്ക് രാജകൊട്ടാരത്തിലെത്തി അധികാരത്തിലേറി എനിക്ക് നാട് ഭരിക്കുന്ന ഭരണാധികാരിയായി മാറണം. وَنَحْنُ قَوْمٌ لَا تَوَسُّطَ عِندَنَا لَنَسْفُدُرُ دُونَ الْعَالِمِينَ أَوِ الْقَبْرَى. ഞങ്ങളൊന്നുകിൽ നേതൃസ്ഥാനത്തേക്ക് വരും, അല്ലെങ്കിൽ ഖബറിലേക്ക് പോകും. യസീദ് ബിൻ മുഹല്ലബിനോട് ചോദിക്കും, യസീദേ, എവിടെയാണ് നിന്റെ വീട്? പറയും, ബൈതി ദാറുൽ അമാറ, എന്റെ വീട് അധികാര കേന്ദ്രമായ കൊട്ടാരമാണ്. അവിൽ ഖബറു അവിസ്സിജ്നു, അല്ലെങ്കിൽ ജയില്, അല്ലെങ്കിൽ ഖബറ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ദാറുൽ ഇമാറയാണെന്ന് ഒരു കവി മാത്രമായിരുന്ന യസീദ് ബിനുൽ മുഹല്ലബിന്റെ മനസ്സിലെ അഭിവാഞ്ചയും പ്രതീക്ഷയും. മുന്നോട്ടുള്ള യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ നമ്മളോട് പുതിയ പുതിയ കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്യാനും പുതിയ പുതിയ മേഖലകൾ തേടിപ്പിടിക്കാനും നബി തങ്ങൾ നമുക്ക് അവസരങ്ങൾ തരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഖുത്ബയോദിയത് ഒരു ഈത്തപ്പന തടിയിൽ ചാരി നിന്നുകൊണ്ടായിരുന്നു. അന്ന് മിമ്പർ ഉണ്ടായിരുന്നില്ല. മിമ്പറില്ലാതെ നബി തങ്ങൾ താഴെ ഒരു ഈത്തപ്പന തടി ഇങ്ങനെ ചാരി വെച്ച് അതിലേക്ക് ചാരി നിന്നുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസത്തെ ഖുതുബകൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അൻസ്വാരിയത്തായൊരു പെണ്ണ് നബി തങ്ങളോട് വന്ന് പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകൻ ഒരു ആശാരിയാണ്. എന്റെ മകൻ ആശാരിയാണ്. അവൻ ആശാരിപ്പണി അറിയാം. അങ്ങേക്ക് കയറി നിൽക്കാൻ 3 സ്റ്റെപ്പുകളുള്ള ഒരു മിമ്പർ ഞാൻ എന്റെ മോനോട് പറഞ്ഞോട്ടെ നബിയെ, അങ്ങേക്കുണ്ടാക്കി തരാൻ. തങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് മറുപടി പറയാം? അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ആളുകൾക്ക്, ഇത് തന്നെ ധാരാളമല്ലേ, വെള്ളിയാഴ്ച ഖുതുബയല്ലേ, പറയേണ്ട വിഷയം അങ്ങ് പറഞ്ഞാൽ പോരെ, ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് തങ്ങൾ പറയില്ലെന്നും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് പുരോഗമിക്കാൻ ഹബീബ് വഴി തുറക്കുന്നവരാണെന്നും ഹബീബിനെ കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് അൻസ്വാരിയത്തായ ഉമ്മ ചോദ്യം ചോദിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തീർച്ചയായും സഹോദരി, നിങ്ങളുടെ മകൻ അതിന് കഴിയുമെങ്കിൽ ആവട്ടെ, സന്തോഷം. അങ്ങനെ 10 ദിവസത്തിനുള്ളിലാണ് ഹബീബായ നബി തങ്ങൾക്ക് മിമ്പർ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് മദീന പള്ളിയിലേക്ക്. ആ മിമ്പറിലാണ് നബി തങ്ങൾ നിന്ന് ഖുതുബയോദിയത്. അപ്പോഴാണ് ഈത്തപ്പനയുടെ തടി പള്ളിയുടെ പുറത്തേക്ക് മാറ്റിവെച്ചപ്പോൾ കരയാൻ തുടങ്ങിയത്. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിലുണ്ടല്ലോ, ആ ഈത്തപ്പന കരയാൻ തുടങ്ങി. ഒരു പിഞ്ചു പൈതൽ കരയുന്ന പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്പർശം നഷ്ടമായപ്പോൾ അത് കരയുകയും, ജുമുഅ നിസ്കാരം കഴിഞ്ഞ് സ്വഹാബിമാർ പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ റാവിയാണ്, ഞങ്ങളെല്ലാം കേട്ടു, നിസ്കരിക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അവിടെയില്ല. ആ ഈത്തപ്പന തടിയായിരുന്നു കരഞ്ഞത്. നബി തങ്ങൾ ആ മരം ഒന്ന് തലോടുകയും അതിനോട് എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്തപ്പോൾ അത് നിശബ്ദമായി എന്ന് മഹാന്മാരായ സ്വഹാബിമാർ പറയുന്ന ആ സംഭവം. അവിടെ ഹബീബായ നബി തങ്ങൾക്ക് 3 സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്ന മിമ്പർ ഉണ്ടാക്കി കൊടുത്ത സംഭവം മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് ഏതൊരു ഘട്ടത്തിലും ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, മുന്നോട്ട് പോകുന്ന രീതിയിൽ പുരോഗമനത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം എന്ന അതിന്റെ വാതായനം തുറന്നു തന്ന ഒരു സംഭവമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുരീഹി അയ്യസുനൽ മിമ്പർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഖന്തഖ് യുദ്ധത്തിന്റെ പ്രതിസന്ധി വന്നിരിക്കുകയാണ്. ഖന്തഖ് യുദ്ധം നടക്കുന്നു. മദീനയെ ആക്രമിക്കാൻ മദീനയുടെ ചുറ്റുഭാഗങ്ങളിൽ നിന്നും ചതുർമത സഖ്യമാണ് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന് മദീനയെ സംരക്ഷിക്കണം. മദീനയുടെ 2 ഭാഗം മലകളുണ്ട്, ഒരു ഭാഗം വീടുകളുണ്ട്, ഒരു ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോഴാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് പറയുന്നത്, യാ റസൂലല്ലാഹ്, ഞാൻ പേർഷ്യക്കാരനാണ് നബിയെ, ഞാൻ ഇറാനിയാണ്, ഞാൻ ഇറാൻ വംശജനാണ്. ഞങ്ങളുടെ ഇറാനിൽ ഏതെങ്കിലും ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ ഞങ്ങൾ നഗരങ്ങൾ സംരക്ഷിക്കാറ്. അവർ വന്നെത്താൻ സമയമുണ്ടെങ്കിൽ 2 ഭാഗം മലകളുണ്ട്, ഒരു ഭാഗം വീടുകളും നാടിനെ സംരക്ഷിക്കാറുണ്ട് നബിയെ. അല്ലാഹുവിന്റെ റസൂലിന് പറഞ്ഞുകൂടെ, നമുക്കത് ആവശ്യമില്ല, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും,
നമുക്കതിന്റെ ആവശ്യമില്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. കിടങ്ങ് കുഴിക്കേ, അതിനൊക്കെ എത്ര അധ്വാനം വേണം, എത്ര മാൻ പവർ വേണം, എത്ര ടൈം വേണം. അതിന്റെയൊക്കെ പകരം അള്ളാഹുവിന് വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിന് ആകാശഭൂമികളുടെ സൈന്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ. അള്ളാഹു സംരക്ഷിക്കും എന്ന് പറയാമായിരുന്നിട്ടും നിബിതങ്ങൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ആ നിർദ്ദേശമാണ് ഇവിടെ സ്വീകരിച്ചത്. കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ഏകദേശം ഒരാൾക്ക് 3 മീറ്റർ 4 മീറ്റർ 10 പേർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടങ്ങിന്റെ ആ സ്ഥലം മാർക്ക് ചെയ്തു കൊടുത്തു. ഓരോ 10 പേരും 4 മീറ്റർ സ്ഥലം കുഴിക്കണം. 4 മീറ്റർ സ്ഥലം, 4 മീറ്റർ ഓരോ 10 പേര്. അങ്ങനെ ആഴത്തിൽ ഒരു കുതിരക്കും ചാടിക്കടക്കാൻ കഴിയാത്ത വിധമുള്ള രീതിയിൽ മദീനയുടെ ഒരു ഭാഗം മുഴുവൻ കിടങ്ങ് കുഴിക്കണം. 2 ഭാഗം മലകളുണ്ട്, ഒരു ഭാഗം വീടുകളുണ്ട്, പിന്നെ ഒരു ഭാഗമാണ് കിടങ്ങ് കുഴിക്കേണ്ടത്. ഖന്ദക്ക് ഒരു സൈഡിൽ മാത്രമാണ് കുഴിച്ചത്, മദീനക്ക് ചുറ്റുമല്ല. അങ്ങനെ കിടങ്ങ് കുഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എവിടെയാണ് വേസ്റ്റ് കൊണ്ടുപോയിടേണ്ടത്, എവിടെയാണ് മണ്ണ് കൊണ്ടുപോയിടേണ്ടത് കാണിച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് പൊട്ടിക്കാൻ കഴിയാത്ത പാറകൾ കിട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ എന്നും പറഞ്ഞ് ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ. ഒരു ഭാഗം മുഴുവൻ കിടങ്ങ് കുഴിക്കണം. 2 ഭാഗം മലകളുണ്ട്, ഒരു ഭാഗം വീടുകളുണ്ട്, പിന്നെ ഒരു ഭാഗമാണ് കിടങ്ങ് കുഴിക്കേണ്ടത്. ഖന്ദക്ക് ഒരു സൈഡിൽ മാത്രമാണ് കുഴിച്ചത്, മദീനക്ക് ചുറ്റുമല്ല. അങ്ങനെ കിടങ്ങ് കുഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എവിടെയാണ് വേസ്റ്റ് കൊണ്ടുപോയിടേണ്ടത്, എവിടെയാണ് മണ്ണ് കൊണ്ടുപോയിടേണ്ടത് കാണിച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് പൊട്ടിക്കാൻ കഴിയാത്ത പാറകൾ കിട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ എന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ. അബൂ ഹുറൈറ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ, ഈ ലോകത്തിന്റെ ജീവിതത്തിനപ്പുറം നാളെ പരലോകത്തെ ജീവിതമുണ്ടല്ലോ റബ്ബേ. ഞങ്ങൾ അൻസ്വാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണേ തമ്പുരാനെ എന്ന് പാട്ടുപാടി അവരെ ഖന്ദക്ക് കുഴിക്കുകയാണുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനുൽ ഫാരിസി തങ്ങളുടെ ഹദീസുകൾ, ഒരുപാട് ഹദീസുകൾ പറയാൻ തുടങ്ങിയപ്പോ ചില ആളുകളെല്ലാം പറഞ്ഞു, അബൂ ഹുറൈറയ്ക്ക് എവിടെ നിന്നാണ് ഇത്ര ഹദീസുകൾ, അബൂ ഹുറൈറയ്ക്ക് എങ്ങനെയാണ് ഇത്ര ഹദീസുകൾ കിട്ടിയത്, അബൂ ഹുറൈറ തങ്ങൾ ഇത് ഉണ്ടാക്കി പറയുകയാണോ എന്നുവരെ ചില ആളുകൾ, മുനാഫിക്കുകൾ സംശയമുണ്ടാക്കിയപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, എന്റെ കൂട്ടുകാരായ മദീനക്കാരായ അൻസ്വാരികൾ അവർക്ക് കൃഷി വല്ലാത്ത ഇഷ്ടമായിരുന്നു. അവർ കൃഷി ചെയ്യാൻ വേണ്ടി പോകും, അൻസ്വാരികൾ കൃഷിക്ക് പോകും. എന്റെ കൂട്ടുകാരായ മുഹാജിറുകൾ മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്നവർ, മുഹാജിറുകളാണെങ്കിലോ കച്ചവടം ചെയ്യാൻ വേണ്ടി പോകും. എന്നാൽ എനിക്കിഷ്ടം അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്ത് ചെന്ന് ഹദീസ് കേട്ടു പഠിക്കലാണ് എന്റെ ഹോബി. ഞാൻ ചെല്ലുന്നത് എന്റെ വിശപ്പടക്കാനാണ്. എനിക്ക് സമ്പാദ്യം വേണ്ട, കച്ചവടം വേണ്ട. എനിക്ക് വേണ്ടത് ഒരു നേരത്തെ വിശപ്പിന്റെ ഭക്ഷണം വേണം, വിശപ്പടക്കാൻ. പിന്നെ ഹബീബായ നബിതങ്ങളിൽ നിന്ന് ഹദീസ് കേട്ടു പഠിക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ഏകദേശം ഹിജ്റയുടെ 7-ാം വർഷമാണ്. ഹിജ്റ 10 കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ വഫാത്താകുന്നുണ്ട്. ഹബീബായ നബിതങ്ങളുടെ കൂടെ ഏകദേശം 3 വർഷമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. ഖൈബർ യുദ്ധം നടന്നപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. മദീനയിലേക്ക് നബിതങ്ങൾ എത്തി വീണ്ടും 7 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അപ്പോഴാണ് മഹാനായ അബൂ ഹുറൈറ തങ്ങൾ മദീനയിലേക്ക് വരികയും ഹബീബായ നബിതങ്ങളോട് ഇസ്ലാം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും കലിമ ചൊല്ലി മുസ്ലിമാവുകയും ചെയ്തത്. ഉമ്മയുടെ അനുഭവം, ചരിത്രം നിങ്ങൾക്കറിയാം. ഉമ്മ നബിതങ്ങളെ വല്ലാണ്ട് ചീത്ത പറയുന്ന ഉമ്മയായിരുന്നു. അബൂ ഹുറൈറ തങ്ങൾ നബിയോട് പറഞ്ഞു, നബിയേ, എനിക്ക് മുസ്ലിമാവാൻ കഴിഞ്ഞു, പക്ഷേ എന്റെ ഉമ്മ അങ്ങയെ വല്ലാതെ ചീത്ത പറയുന്നുണ്ട് നബിയേ, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അള്ളാഹുവിനോടൊന്ന് ദുആ ഇറക്കുമോ നബിയേ, എന്റെ ഉമ്മയൊന്ന് മുസ്ലിമാവാൻ. അബൂ ഹുറൈറ തങ്ങൾ പറയാ, നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ,
അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. നോക്കുമ്പോ അബൂ ഹുറൈറ തങ്ങൾ പറയാ, ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോ വാതിൽ തുറക്കുന്നില്ല, ഉമ്മ കുളിക്കാൻ കയറിയിരിക്കുകയാണ്. വാതിൽക്ക് മുട്ടിയപ്പോ എനിക്ക് തോന്നി ഉമ്മ കുളിപ്പുരയിലാണ്. കുറച്ചു കഴിഞ്ഞ് ഉമ്മ വാതിൽ തുറന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മോനെ, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ചു. അതിന് കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. ആ കുളി കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങുന്നത്. എനിക്ക് ഹബീബിന്റെ അരികത്തേക്ക് എന്നെ കൊണ്ടുപോകണം. അങ്ങനെ അബൂ ഹുറൈറ തങ്ങൾ ദുആ ചെയ്തു നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ ഉമ്മാക്കും വേണ്ടി. ജനങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾ മുഴുവനും എന്നെയും എന്റെ ഉമ്മയെയും കേൾക്കുമ്പോൾ അവരെന്നെ ഇഷ്ടപ്പെടണം. ഞങ്ങൾക്ക്, എനിക്കും എന്റെ ഉമ്മാക്കും എല്ലാ മുഅ്മിനീങ്ങളെയും ഇഷ്ടമാവണം. അങ്ങനെ ഒരു ദുആ ഇറക്കണേ നബിയേ. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുവേ, അബൂ ഹുറൈറയെയും അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മയെയും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇഷ്ടപ്പെട്ടവരായി മാറ്റണമേ. അങ്ങനെയാണ് ജനങ്ങൾ എവിടെ ചെന്നാലും സ്നേഹിക്കുന്നവരായി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു, അവരുടെ പേരതാണ്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഞാൻ അന്ന് ഹബീബായ നബി തങ്ങളുടെ അരികത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, റസൂലേ, ഞാൻ അങ്ങയിൽ നിന്ന് ഹിഫ്ദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നബിയേ, ഹദീസ് മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ നമ്മള് ഖുർആനിന്റെ മത്സരം നടക്കുന്ന പോലെ ഇസ്ലാമിക ലോകത്തെ ഹദീസിന്റെ ഹിഫ്ദ് നടക്കും. ബുഖാരിയും മുസ്ലിമും മനഃപ്പാഠമാക്കുക. സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും അതിന്റെ ആ ഒരു ആദ്യത്തെ ഏതാനും സനദടക്കം അതിന്റെ മത്തിനും ഹിഫ്ദ് ചെയ്യുന്ന മുസാബഖകൾ നടക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ വളരെ കൂടുതൽ നടക്കുന്നത് ഖുർആനിന്റെ ഹിഫ്ദാണ്. നീ മുന്നോട്ട് പോയാൽ ഹദീസിന്റെ ഹിഫ്ദും അതിന്റെ ഒരു സാധ്യത ഉള്ളൊരു മേഖലയാണ് ഇൻഷാ അല്ലാഹ്. കാരണം അത് ഹിഫ്ദ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഇമാം ബുഖാരിയുടെ സ്വഹീഹും ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് നൈസാബൂരിയുടെ സ്വഹീഹും റഹ്മത്തുള്ളാഹി അലൈഹിമാ ജമീഅൻ അതൊക്കെ ഹിഫ്ദ് ചെയ്തവരാണ്. സ്വഹാഹു സിത്തയെ ഹിഫ്ദ് ചെയ്യുന്ന ആളുകളുണ്ട്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ജീവിച്ചിരിപ്പുള്ള ഒരുപാട് പണ്ഡിതരുണ്ട്. ഹിഫ്ദുള്ള വലിയ ഹിഫ്ദുള്ള പണ്ഡിതന്മാരുണ്ട്. മുഹമ്മദ് സഈദ് അൽ കമിലി ഹഫിളഹുല്ലാഹ് എന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഒരു പണ്ഡിതനാണ്, മൊറോക്കോക്കാരനാണ്. പ്രായം കൊണ്ടൊരു 45-50 അകം പ്രായമേ ഉള്ളൂ. പക്ഷേ മഹാനായ ശൈഖ് മുഹമ്മദ് സഈദ് അൽ കമിലി മഹാനവറുകളുടെ ഇൽമിന്റെ ആഴം കണ്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും. ഇങ്ങനെയൊക്കെ ഇൽമുള്ള ആലിമീങ്ങൾ ലോകത്തുണ്ടോ? നമുക്കൊന്നും ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ അത്തരം ആളുകളെ നമ്മൾ പരിചയപ്പെടാറില്ല. ഉണ്ടായിരിക്കാം. ഹിഫ്ദ് എന്ന് പറഞ്ഞാൽ ഒരു റിവായത്തങ്ങ് ഉദ്ധരിച്ചാൽ സനദിൽ വരുന്ന ഒരു സ്വഹാബിയെ കുറിച്ച് ആ സ്വഹാബിയുടെ വാപ്പയും വല്ലിപ്പയും വല്ലിപ്പാൻഡുപ്പയും തറവാടും അതിനപ്പുറം നിബിതങ്ങളുമായുള്ള ബന്ധം, ഏതെങ്കിലും മഗാസികളിൽ സംബന്ധിച്ച ചരിത്രം, അവരുടെ അബിയാത്തുകൾ, ബഹ്റാൻ, ഇൽമിന്റെ ബഹ്റായ ഒരു പണ്ഡിതൻ. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. പക്ഷേ മുഹമ്മദ് സഈദ് അൽ കമിലി ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം മൊറോക്കോക്കാരനാണ്. ഇൽമ്, അപാരമായ ഇൽമ്, സുബ്ഹാന ജല്ല ജലാലുഹു. അദ്ദേഹം നടത്തുന്ന മുവത്തയുടെ ദർസുണ്ട്, ശർഹ് അഹാദീസ് മുവത്ത. കേട്ടാൽ എന്താണ്, എങ്ങനെയാണ് ഹദീസ് പഠിക്കേണ്ടത് എന്ന് ശരിക്കും ബോധ്യപ്പെടും. ഉസ്താദുമാർക്ക് വേണ്ടി പറയാൻ, നമ്മൾ കേട്ടതോ കണ്ടതോ അല്ല, അതിനപ്പുറത്തേക്ക് ഇൽമിന്റെ വാതായനങ്ങൾ ഒരുപാടുണ്ട് എന്ന് ഒരൽപ്പം ബോധ്യപ്പെടാൻ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. മുഹമ്മദ് സഈദ് അൽ കമിലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അല്ലാഹു അത്തരം പണ്ഡിതന്മാർ ജഅലഹുമുല്ലാഹു ദുഖറൻ ലിഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന് കരുത്തായി അല്ലാഹു ഒരുപാട് ആളുകളെ വകസ്സറല്ലാഹു അംസാലഹും, അവരെ പോലെയുള്ള പണ്ഡിതന്മാരെ ഇനിയും അല്ലാഹു ലോകത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹിഫ്ദ്, അപാരമായ ഹിഫ്ദ്. അബിയാത്തുകളും ഷഅറുകളും, ഷഅറുൽ ജാഹിലി, അശ്ശഅറുൽ ഇസ്ലാമി, അൽ മുഖ്ദറമി എല്ലാം മനഃപ്പാഠമാണ്. ആയത്തുകൾ ഖുർആനിന്റെ ഹിഫ്ദ്, ഹദീസ് മുഴുവൻ ഹിഫ്ദ്, സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ അടക്കം, ഇമാം ബസ്സാർ തങ്ങളുടെ സ്വഹീഹ് അടക്കം, സുനനുകളും മത്നുകളും ഷർഹുകളും എല്ലാം മാഷാ അല്ലാഹ് ഒന്നും നോക്കാതെ പറയാം, കാണാതെയാണ് ദർസെടുക്കുക. മുതഅല്ലിമീങ്ങൾ ഹദീസിന്റെ സനദൻ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, ആരാണ് ഉമർ തങ്ങൾ?
അവരുടെ കബീല ഏതാണ്, വല്ലിപ്പ ആരാണ്, ഉമ്മ ആരാണ്, പെങ്ങളാരാണ്, ജ്യേഷ്ഠനാരായിരുന്നു, അനുജനാരായിരുന്നു, അങ്ങനെ തുടങ്ങിയ ഒരു ഷറഹായിരിക്കും ഒരു ഇസ്മങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ. അത്രയും വലിയ ആലിമീങ്ങളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുന്നു, നബിയേ, ഞാൻ അങ്ങയിൽ നിന്ന് ഹദീസ് പഠിക്കുകയും ആ ഹദീസ് മറന്നു പോവുകയും ചെയ്യുന്നുണ്ട് നബിയേ, എനിക്കതിന് പരിഹാരം വല്ലതും പറഞ്ഞു തരണേ. ഹദീസ് മറന്നു പോവാൻ, അതിനെന്തെങ്കിലും പരിഹാരം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ ഉബ്സുത് റിദാഅക, നിങ്ങളുടെ ആ തലയിക്കെട്ടൊന്ന് അഴിച്ചിട്ടൊന്ന് പരത്തി വെച്ചേ. അതൊരു പുതപ്പായിരുന്നു. അബൂ ഹുറൈറ തങ്ങൾ പറയാം, അത് ഞാൻ താഴെ പരത്തി വെച്ചു. അതിൽ ഫവല്ലാഹ് ഇന്നി ലഅറൽ ഖുമ്മല യജ്രി അലൈഹാ, എന്റെ ആ തലപ്പാവിൽ നിന്ന് പേൻ അരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ തിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു പഴയ പുതപ്പായിരുന്നു. നബി തങ്ങൾ ഇങ്ങനെ ഹദീസ് പറഞ്ഞു, ഞാൻ അങ്ങനെ ഇരുന്ന് കേട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ, ആ പുതപ്പ് നിങ്ങളങ്ങ് എടുത്തേണ്ട കോരി കൂട്ടിപ്പിടിച്ചേക്കെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്റെ നെഞ്ചിലേക്ക് ചേർത്തി വെച്ചു. ഫവല്ലാഹി, അതിനുശേഷം ഒരു ഹദീസും ഞാൻ മറന്നിട്ടില്ല എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവിടെ മുതൽ എനിക്ക് മറവിയുണ്ടായിട്ടില്ല. വമാ നൈലുൽ മതാലിബി ബിത്തമന്നി വലാകിൻ തുഖദു ദുനിയാ ഗിലാബാ. വമാ നൈലുൽ മതാലിബി ബിത്തമന്നി വലാകിൻ തുഖദു ദുനിയാ ഗിലാബാ. വെറും ആവേശമുണ്ടായതുകൊണ്ട് മാത്രം ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. അധ്വാനിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖൈബർ യുദ്ധം നടക്കുന്ന വേളയിൽ ഹിജ്റ 7-ാം വർഷത്തിലാണ് മുസ്ലിമായത് എന്നുകൂടെ ഓർക്കണം. ആയിരക്കണക്കിന് ഹദീസുകളാണ് ഈ ദീനിന്റെ ഭാഗമായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിലൂടെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കിട്ടിയത്. അതുപോലെ ചരിത്ര സംഭവങ്ങൾ ഒരുപാട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ, അലി തങ്ങളുടെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ എത്രയെത്ര അനുഭവങ്ങൾ. ഇവരെല്ലാം ഉന്നതങ്ങൾ നോക്കുകയാണ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളെക്കുറിച്ച് നബി തങ്ങൾ പറയുകയും ഓരോ നിഷ്ഠമുള്ളവരോട് സ്വർഗത്തിന്റെ വാതിലുകളിൽ അള്ളാഹുവിന്റെ മാലാഖമാർ നിസ്കാരം ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളെ ബാബു സ്വലാത്തിലൂടെ വിളിക്കും. അള്ളാഹുവിന്റെ ദാസനെ, അള്ളാഹുവിന്റെ ദാസിയെ, ഈ വഴിയിലൂടെ വന്നോളൂ, ഇതാണ് നിങ്ങളുടെ ഗേറ്റ്, ഇതാണ് നിങ്ങളുടെ എൻട്രൻസ്, ഇതിലെ വന്നേക്കണം എന്ന് പറയും. ബാബു റയ്യാൻ, റമദാൻ വരുമ്പോൾ ആവേശമുണ്ടായിരുന്നവർ, നോമ്പെടുക്കാൻ താല്പര്യമുള്ളവരെ റയ്യാൻ വാതിലിലെ മാലാഖമാർ വിളിക്കും. നിങ്ങൾ ഇതിലെ വരൂ, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഇതാണ് നിങ്ങളുടെ സവിശേഷമായ വാതില്. അങ്ങനെ ബാബുൽ ജിഹാദിലൂടെ, അങ്ങനെ ഓരോരോ ബാബു സ്വദഖയിലൂടെ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നവരെ മാലാഖമാർ അതത് വാതിലിലൂടെ വിളിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നബിയേ, ഓരോരോ വാതിലിലൂടെയും ഒരാളെ മലക്കുകൾ വിളിക്കുകയാണെങ്കിൽ, ഒരാളെ ഒരു വാതിലിലൂടെ മലക്ക് വിളിക്കുക, ഇതിലെ വാ, അതിന് കുഴപ്പമില്ല നബിയെ, അതിലെ പോയാൽ മതിയല്ലോ. പക്ഷേ എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാ 8 വാതിലിലൂടെയും മാലാഖമാർ ഇതിലെ വരിൻ എന്ന് വിളിച്ചാൽ, 8 വാതിലിലൂടെയും വിളിച്ചാൽ അങ്ങനെ സംഭവിക്കുമോ നബിയേ? وهل يدعى من كلها أحد يا رسول الله? നബിയെ, എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുമോ? ഇതെല്ലാം ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ വേണ്ടേ? അതാണ്, ഒന്ന് ഇഷ്ടപ്പെട്ടാൽ അത് കിട്ടും. എല്ലാം ഇഷ്ടപ്പെട്ടാലോ? തങ്ങൾ പറഞ്ഞു, നഅം അബൂബക്കറേ, എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടും. അൻത മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ആവേശം. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, നിങ്ങളിൽ ആരാണ് മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, നിങ്ങളിൽ ആരാണിന്ന് നോമ്പുകാരരായി നോമ്പെടുത്ത് ആരാണിന്ന് നേരം പുലരുമ്പോൾ നോമ്പെടുത്തവർ ആരാണ്?
സ്വഹാബികളിൽ ഒരാളും അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? പിന്നെ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചവരുണ്ടോ സ്വഹാബ? ഇന്ന് ആരുമില്ല. സിദ്ദീഖ് തങ്ങളുണ്ട്. അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. പിന്നെ തങ്ങൾ ചോദിച്ചു, നിങ്ങളിൽ ആരാണിന്ന് തബിഅ ജനാസതൻ, ഒരു ജനാസയെ അനുഗമിച്ചത് ആരാണ്? ഒരു മയ്യിത്ത്, ഒരാൾ മരണപ്പെട്ടിട്ട് ആ മയ്യിത്തിനെ മറവ് ചെയ്യുന്നവരെ കൂടെ നടന്നവരാരാണ്? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. ഇത് കഴിഞ്ഞിട്ട് തങ്ങൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, ഇന്നാരാണ് തസദ്ദഖ അലാ മിസ്കീൻ, ഒരു പാവപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദാനം ചെയ്ത ആളുണ്ടോ? അപ്പോഴും സിദ്ദീഖ് എന്നവർ അനയാ റസൂലല്ലാഹ്. ഇത് പറഞ്ഞപ്പോഴാണ് ഈ 4 ഗുണങ്ങളും ഒരാളിൽ ഒരുമിച്ച് ചേർന്നാൽ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമെന്ന് ഉറപ്പാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വഹാബിമാർ മുന്നോട്ടാണ് നോക്കുന്നത്, ഉന്നതങ്ങളിലേക്കാണ് നോക്കുന്നത്. റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തെ കൊച്ചുകുട്ടിയായിരുന്ന കാലം, 13 വയസ്സ് മാത്രം പ്രായമുള്ള കാലം. 13 വയസ്സേ ഉള്ളൂ. ആ സമയം റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് എടുക്കലാണ് ജോലി. നബി തങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? തങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമോ? ഹബീബായ നബി തങ്ങളെ അപ്പോ വേഗം എന്ത് ചെയ്യാ, നമുക്ക് ഈ ബക്കറ്റൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് എല്ലാരും മുമ്പിലേക്ക് വരുന്നുണ്ടേ, കാര്യമായ സംഭാവന ചെയ്യും. ഞാൻ ഇപ്പൊ KP-യോട് പറയായിരുന്നു, അടുത്ത വർഷം പെണ്ണുങ്ങൾക്കൊക്കെ സമ്മാനം കൊടുക്കുമ്പോഴേ ഒരു അരപ്പവനെങ്കിലും കൊടുക്കണം. എന്നാലും അവർക്കിപ്പോ അല്ലേ സർട്ടിഫിക്കറ്റിനെക്കാളും വലിയ ഇഷ്ടം ചിലപ്പോൾ അതായിരിക്കും. സർട്ടിഫിക്കറ്റിന്റെ കൂടെ തന്നെ ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ എന്തായാലും ഈ പരിപാടി ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യാ, കാര്യമായിട്ട് സഹായം ചെയ്യണേ. മാഷാ അല്ലാഹ് വലിയ ചെലവ്. നമ്മുടെ അതിഥികൾ നിങ്ങളൊക്കെ വീട് ഒഴിഞ്ഞു കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത്. ഒരുപാട് ആളുകൾ. മാഷാ അല്ലാഹ് ഭയങ്കര സംഭവം തന്നെയാണ്. അൽഹംദുലില്ലാഹ്. അതൊക്കെ വലിയ ത്യാഗം തന്നെയാണ്. അവർക്കൊക്കെ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി, നിങ്ങളുടെ സ്വീകരണം, അത് വളരെ നന്നായിട്ടുണ്ട്. അത് നമ്മുടെ സംസ്കാരമാണ്. നമ്മുടെ അതിഥികളെ ബഹുമാനിക്കൽ നമ്മുടെ ഈമാനിന്റെ അടയാളമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. Whoever believes in Allah and the day of judgment should respect their guests. നമ്മുടെ അതിഥികളെ ബഹുമാനിക്കണം. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആളുകൾ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ചെയ്തു. അൽഹംദുലില്ലാഹ്, അതിനൊക്കെ അല്ലാഹു അർഹമായ കൂലി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വുദു എടുക്കാനുള്ള വെള്ളം വെച്ചു കൊടുക്കുന്ന സ്വഹാബി. തങ്ങൾക്ക് ബാത്റൂമിൽ പോവേണ്ടി വന്നാൽ ഞങ്ങൾ പോകുമ്പോഴേക്കും അതിനാവശ്യമായ വെള്ളവും എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതവിടെ ഒരുക്കി വെച്ചു കൊടുക്കും, ചോദിക്കുന്നതിന് മുമ്പ്. അത്രമേൽ ഹബീബായ നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ഒരു സ്വഹാബി, 13 വയസ്സുള്ള ആളാണ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി. 13 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുകയാണ് നബി തങ്ങൾ, റബീഅ, നിങ്ങളോട് എനിക്ക് വലിയ ഇഷ്ടം തോന്നുന്നു റബീഅ, ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് തരേണ്ടതുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ റബീഅ? എന്നോട് ചോദിച്ചോളൂ. ഒരു 13 വയസ്സുള്ള കൊച്ചു സ്വഹാബിയോട് ചോദിക്കാം. അന്നത്തെ കുട്ടികളുടെ IQ എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് എത്ര വലുതാണ്. റബീഅ തങ്ങൾ പറഞ്ഞു, നബിയെ അൻറുനി ഹത്താ ഉഫക്കിറ, ഞാനൊന്ന് ചിന്തിക്കട്ടെ നബിയെ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അതൊരു ഗ്രാൻഡ് ചോദ്യമായിരിക്കണം. ഒരു ആൻസറാണ് നബി തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ആൻസർ എല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കണം. എന്താ വേണ്ടത് എന്നാ ചോദ്യം. ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പോ ഞാനൊന്ന് ചിന്തിക്കട്ടെ നബിയെ. ചിന്തിച്ചു. നിങ്ങൾ പറഞ്ഞു, ചോദിച്ചോളൂ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിലിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ. സ്വർഗം വേണമെന്ന് മാത്രമല്ല, അവിടെ അങ്ങയുടെ കൂടെ ഇരിക്കണം. തങ്ങൾ മഖാമു മഹ്മൂദിലേക്ക് പോകുന്ന നബിയാണ്.
ഹബീബായ നബി തങ്ങളുടെ കൂടെ, ഹബീബിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട് നബിയെ. നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, റബീഅ, 13 വയസ്സുള്ള മോനായി മറുപടി പറഞ്ഞത് ആലോചിക്കണം. 13 വയസ്സുള്ള മോൻ. റബീഅ അവ ഗൈറ ദാലിക്, ഇതല്ലാത്ത വേറെന്തെങ്കിലും? ഇല്ല നബിയെ, അത് മതി, അതുതന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് നബി തങ്ങളോട് മറുപടി പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, എനിക്ക് എന്നെ ഒന്ന് സഹായിക്കണം റബീഅ, നിങ്ങൾ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കണമേ. അങ്ങനെ സുന്നത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, സ്വർഗത്തിൽ എന്റെ കൂടെ ഇരിക്കാൻ ഞാൻ അവസരം തരാം. അള്ളാഹുവിന്റെ ഹബീബിനോട് ഒരു കുട്ടി പറഞ്ഞ മറുപടിയാണത്. ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് നീളുന്ന മറുപടി. എനിക്ക് സ്വർഗം വേണമെന്ന് മാത്രമല്ല, അങ്ങയുടെ കൂടെ ഇരിക്കണം. അതിലപ്പുറം എന്താണ് നാളെ സ്വർഗലോകത്തൊരാൾക്ക് വേണ്ടത്? അള്ളാഹു നമുക്കും അതിന് സാധ്യമാക്കി തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഠിനാധ്വാനം വേണം. ഓരോരുത്തരും ഈ ദീനിന് ഖിദ്മത്ത് ചെയ്യണം. നമ്മുടെ മസ്ജിദിന്, നമ്മുടെ മദ്രസക്ക്, നമ്മുടെ ദീനീ സംരംഭങ്ങൾക്ക്, ഇതുപോലെയുള്ള പരിപാടികൾക്ക് ഇത് നമ്മുടേത് മാത്രം, നമ്മുടേത് ഇത് സംഘാടകർക്ക് മാത്രം വിട്ടുകൊടുക്കാതെ നമ്മളും കൂടെ നിൽക്കണം. അവർക്കതിന് കൂലി അള്ളാഹു കൊടുക്കും, നമുക്കും വേണ്ടേ കൂലി? എന്തെല്ലാം ഒരു കസേരങ്ങ് എടുത്തു വെക്കലോ, ഒരു വെള്ളം വിതരണം ചെയ്യലോ, ഇതുപോലെ ഒരു സംഭാവന വേണമെന്ന് പറയുമ്പോൾ ഒരു ബക്കറ്റ് എടുത്ത് നടക്കാനെങ്കിലും നമുക്ക് കഴിയുന്നവർ സഹായം ചെയ്യാൻ കഴിയുന്ന രീതിയിലെല്ലാം സഹായം ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കഴിവും തൗഫീഖും അല്ലാഹു നൽകട്ടെ. നബി തങ്ങൾ അല്ലാഹുവിനോട് തൗഫീഖ് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ബിഹാദ ദുആ